ശരി ശരി സുന്ദരി ശരിയെടാ. സുന്ദരി സുന്ദരി ഒന്നോ ചുങ്ങി വാ സുന്ദരി എടാ നീ സുന്ദരിയോ? ഇതിലേക്കൂടെ പോയിട്ട് അതിലേക്കൂടെ വന്നല്ലേ? ഞാൻ സുന്ദരിയോ? ഞാൻ പ്രതീക്ഷിച്ചു ഇതുപോലെയുള്ള സർക്കസ് ഒക്കെ കാണിച്ചു തുടങ്ങും. ഐ എം കമ്മിങ്. സ്റ്റഡി. എടാ ഇത്രയും സൗന്ദര്യം എവിടെ നിന്ന് കിട്ടി സുന്ദരി? അങ്ങനെയാണോ? ഈ സൗന്ദര്യം മുഴുവനും എനിക്ക് മാത്രം വേണം. എടാ നീ എന്നെ തെറ്റിദ്ധരിക്കണ്ട സുന്ദരി. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവാന്നാ പറഞ്ഞു വന്നത്. പ്രസവിച്ച കുഞ്ഞിനെ എത്ര സുരക്ഷിതമായിട്ട് നോക്കുവോ ഞാൻ നിന്നെ അത്രയും സുരക്ഷിതമായിട്ട് നോക്കും. സത്യമാ, എന്നെ വിശ്വസിക്കും സുന്ദരി. കല്യാണത്തിന് ശേഷം നമ്മളെ കണ്ടിട്ട് ആഹാ ഓഹോ എന്ന് എല്ലാരും പറയണം. അങ്ങനെ ഞാൻ നോക്കിക്കോളാം. നീ വന്നേ വന്നേ. ഇത് ശരിയാവും തോന്നുന്നില്ല. നീ ഒന്നും പേടിക്കണ്ട. നേരം വെളുക്കോളം ഈ വെള്ളം അടിക്കുന്നതൊക്കെ കല്യാണത്തിന് ശേഷം വിട്ടേക്കാം. സത്യമായിട്ടും എന്നെ വിശ്വസിക്ക്. സത്യം. ഞാന് അങ്ങോട്ട് ഞാൻ നിന്റെ മടിയില് ഒന്ന് നിന്റെ മടിയിൽ ഇങ്ങനെ കിടന്ന് ആ നക്ഷത്രങ്ങളെയൊക്കെ നോക്കുമ്പോ നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് അങ്ങ് പോകും. ഐ ലവ് യു സുന്ദരി. ഐ ലവ് യു സുന്ദരി. നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തരുവോടാ. അതെ 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 നിങ്ങളെയാ? ഇതെന്താ വിളിച്ചിട്ട് എണീക്കാതെ? അതെ അതെ ഒന്ന് എണീക്കോ? എണീക്കോ, അവിടെ നിങ്ങളെ വിളിക്കുന്നുണ്ട്. സുന്ദരി സുന്ദരി, ഇത് നീയല്ലേ സുന്ദരി? എന്റെ അമ്മോ, ഇത് സ്വപ്നമല്ലായിരുന്നോ? സോറി സുന്ദരി, ഞാൻ സത്യമായിട്ടും ഇത് സ്വപ്നമാണെന്നാണ് കരുതിയത്. സത്യമായിട്ടും എന്നെ തെറ്റിദ്ധരിക്കുക. എന്റെ മോൾ അടിച്ചത് തെറ്റാണ്, പക്ഷെ അവൻ ചെയ്തതും തെറ്റ് തന്നെയല്ലേ? തെറ്റ് തന്നെയാണ് ചിന്നയ്യ. ഞാനും അവനോട് അതാണ് ചോദിച്ചത്. എന്നോട് അവൻ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങളെ മോളെ കല്യാണം കഴിക്കണമെന്ന്. മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ട്. അമ്മയുടെ അച്ഛന്റെ സ്നേഹം അറിയാത്ത പയ്യന. അവനെല്ലാം ഞാനാ. ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടല്ല വന്നത്, ഇവന്റെ കുടുംബത്തിലെ ഒരു കാരണവരായിട്ടാണ്. നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ. അവളെ പറഞ്ഞയക്കണമെങ്കിൽ നിങ്ങളുടെ മോൾ ഒരു സ്വർണമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വർണമാണെങ്കിൽ അകത്ത് വെക്കണം, അപ്പൊ സുരക്ഷിത കിട്ടും. കല്യാണമായ പെണ്ണിനെ വീട്ടിൽ വയ്ക്കും തോറും ഭാരം കൂടത്തേ ഉള്ളൂ. അദ്ദേഹത്തിന് സിഗരറ്റ് വലിയും വെള്ളമടിയും ഉണ്ട്. നിർത്തി. കല്യാണം കഴിഞ്ഞ നിർത്തിക്കോളാം. അവന്റെ ഒരു പെർഫോമൻസ് വിശ്വസിക്കുന്നില്ലേ? പ്രോമിസ് ആയിട്ടും. ഇതിനേക്കാളും വലിയൊരു വാക്ക് എനിക്ക് പറയാൻ അറിയില്ല.
അകത്തേക്ക് വാ സുന്ദരി. നിങ്ങളുടെ ഇത്രയും വലിയ വീടാണോ? നിങ്ങളുടെ അല്ല, നമ്മുടെ. വാ നടക്ക്. ശരി, താഴത്തെ റൂമിൽ നീ ഫ്രഷ് ആയിക്കോ. മുകളിൽ വേറൊരു റൂമുണ്ട്, ഞാൻ അവിടെ പോയി ഫ്രഷ് ആവാം. ഉം? ഉം. ഫസ്റ്റ് നൈറ്റിന്റെ ടെൻഷനാണോ? സത്യത്തിൽ എനിക്കും ഇത് പുതിയതാണ്. എന്തായാലും എന്നെങ്കിലും ഇത് സംഭവിക്കേണ്ടതല്ലേ? എന്താ ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. പേടിയാവുന്നു. വാ സുന്ദരി, വാ, പേടിക്കണ്ട. ഇവിടെ വന്നിരിക്കെ. ഇരിക്ക്. സുന്ദരി, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നീ നിന്റെ സന്തോഷവും ദുഃഖവും എല്ലാം തന്നെ അച്ഛനുമായിട്ട് മാത്രമേ ഷെയർ ചെയ്ത് കാണൂ. അതുകൊണ്ട് നിന്റെ ഈ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ധൃതിയൊന്നുമില്ല. നടക്കേണ്ട സമയത്ത് എല്ലാം അതുപോലെ നടന്നോളും. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സമാധാനമായിട്ട് കിടന്നോളൂ. ഞാന് അപ്പുറത്തെ മുറി പോയി കിടന്നോളാം. ടവൽ ടവൽ. ഗുഡ് നൈറ്റ് സുന്ദരി.